പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു മുറ്റും വിടക്കെന്നിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണമേശുവിൻ പാതേ നോക്കി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. ഏകുന്നു സമസ്തവും ഞാൻ എൻ്റെ ഏകനാഥനെ നിനക്കായി. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാപഞ്ചികമാകും പ്രകൃതമെല്ലാം മാറും, പ്രാണപ്രിയനോടു കൂടെന്നും ഞാൻ. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. പ്രാക്കൾ കണക്കെ പറക്കും നാമന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനെൻ നാട്ടിൽ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. പാടിടും ജയഗീതമേ ഞാൻ പങ്ക പാടുകളേറ്റവനാ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാറ്റ് വിതച്ചു, അവർ കാറ്റ് വിതച്ചു, ചുഴലിക്കാറ്റ് കൊയ്തു. ദൈവത്തിന് സ്തോത്രം. വഞ്ചിക്കപ്പെട്ടു പോകരുത്, ആർക്ക് ചതിപറ്റി പോകരുത്. ഇപ്പോൾ ജീവിക്കുന്ന പോലൊക്കെ ജീവിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ദൈവം സ്നേഹമല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെ പറയുന്ന ചിന്തകളുണ്ടല്ലോ, അത് വഞ്ചനയാണ്, ചതിയാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരുമ്പോൾ ചതിയാണ്, നിങ്ങളെ പിശാച് ചതിക്കുകയാണ്. പോകുന്ന പോലെ ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ മതി, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ പ്രകടമായ വേണ്ടാതിന് പോകുന്നില്ലല്ലോ, ആരും തല്ലാനോ കൊല്ലാനോ പോകുന്നില്ലല്ലോ. പിന്നെ മനുഷ്യനല്ലേ, കുറച്ച് ബലഹീനതയൊക്കെ ഉണ്ട്, സ്വാഭാവികമല്ലേ. ഹ്യൂമൻ വീക്ക്നെസ്സസ്, മാനുഷികമായ ബലഹീനതകൾ. ടു എയർ ഈസ് ഹ്യൂമൻ, തെറ്റുപറ്റുക എന്നുള്ളത് മാനുഷികം. ടു ഫർഗിവ് ഇസ് ഡിവൈൻ, ക്ഷമിക്കുന്നുള്ളത് ദൈവികം. ഞാൻ തെറ്റുപറ്റി ചെയ്താലും ദൈവം ക്ഷമിച്ചോളൂ. ദൈവം സ്നേഹമല്ലേ. നിത്യമായ നരകത്തിലേക്ക് ദൈവം കൈവിട്ട് കളയില്ല, ആരും പേടിക്കണ്ട. ഇങ്ങനെ പറയുന്നതായ അനേക ഉപദേശങ്ങളുണ്ട്. അത് ദുരുപദേശങ്ങളാണ്, വഞ്ചനയാണ്, ചതിയാണ്. ഗലാത്യലേഖനം 6-7 ഒന്ന് വായിക്കൂ. വഞ്ചനപ്പെടാതിരിപ്പീൻ, വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഇന്ന് ക്രൈസ്തവ സമൂഹം വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇന്ന് ഇന്നതെന്നില്ല, ഏത് സഭയെന്നില്ല,
എല്ലാ സഭകളിലും അനേകർ വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ്. പേടിക്കാനൊന്നുമില്ലെന്നാണ് പറയുന്നത്. മനുഷ്യനല്ലേ, മനുഷ്യന് ചില പാവങ്ങളൊക്കെ വന്നു തരും, അത് ദൈവം ക്ഷമിക്കുകയല്ല, അവൻ എന്തു ചെയ്യും? ഇങ്ങനെ പറഞ്ഞ് നിത്യതയെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ ജീവിക്കുന്നു. ഒരു നിത്യതയുണ്ട്, മരണശേഷം ഒരു നിത്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, കോഴിമുട്ടയ്ക്കകത്തിരിക്കുന്ന കോഴിക്കുഞ്ഞ് അമ്മയോട് പറയുകയാണ്, അടയിരിക്കുന്ന തള്ളയോട് പറയുകയാണ്, അമ്മേ, ഞാൻ ഈ മുട്ടയ്ക്കകത്ത്, ഈ തോടിനകത്ത് ഞാൻ സുഖമായിരിക്കുകയാണ്. അപ്പോൾ ഡക്കോഴി പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കറിയാമോ, നീ ഇപ്പോൾ ഇരിക്കുന്നത് അതൊരു കുടുസ് മുറിയാണ്. നീ പുറത്തു വരും, തൊണ്ട് പൊട്ടും, നീ പുറത്തു വരും, വിശാലമായ ലോകം നീ കാണും. അമ്മ വെറുതെ എന്നെ കളിപ്പിക്കാൻ പറയുകയാണ്. വിശാലമായ ലോകം എവിടെയാണ്? ഇതല്ലേ എൻ്റെ ലോകം, ഈ കുടുസ് മുറിയല്ലേ എൻ്റെ ലോകം, ഇതിനകത്താണ് എൻ്റെ ജീവിതം. അല്ല കുഞ്ചി, അതിനകത്തല്ല എൻ്റെ ജീവിതം. ഏതാനും ദിവസം കഴിഞ്ഞോട്ടെ, നീ തോട് പൊട്ടി പുറത്തു വരും, തൊണ്ട് പൊട്ടി പുറത്തു വരും, നീ ഒരു പുതിയ ലോകം കാണും, നീ കണ്ടിട്ടില്ലാത്ത ലോകം കാണും. എന്തൊരു വെട്ടിത്താണ് അമ്മ ഈ പറയുന്നത്. ഞാൻ അങ്ങനെ അത് കേട്ട് വിശ്വസിക്കാനേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. തള്ളക്കോഴി പിന്നെയും പറയും, കുഞ്ഞെ, നീ നോക്കിയേ, നിൻ്റെ ശരീരത്തിൽ അവിടെ ചില മുള പോലെ വല്ലതും കാണുന്നുണ്ടോ? അതുണ്ട്. അത് നിനക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ചിറകിൻ്റെ തൂവലുകളാണ്, തൂവലിൻ്റെ മുളയാണ് കാണുന്നത്. നീ വരുന്ന ലോകത്ത് ചിറക് ആവശ്യമുണ്ട്. അവിടെ നിനക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ പറക്കാൻ പറ്റണം. എത്ര പറഞ്ഞാലും മുട്ടയ്ക്കകത്തിരിക്കുന്ന കോഴിക്ക് മനസ്സിലാവുകയില്ല. ഇന്നത്തെ മനുഷ്യനും മനസ്സിലാകുന്നില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവും. നിത്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആരാ മനസ്സിലാക്കുന്നത്? ആരും ഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രസംഗങ്ങളൊക്കെ ധാരാളം നടക്കും. പക്ഷേ പ്രസംഗിക്കുന്നവർക്കും അറിയാൻ പാടില്ല നിത്യതയെക്കുറിച്ചുള്ള കാര്യവിവരങ്ങൾ. പ്രസംഗിക്കുന്നവരും നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നേടിയിട്ടില്ല. ക്ഷമിക്കണം, ആരെയും കുറ്റം പറയുകയല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറഞ്ഞു തരുന്നു, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധന്മാർ മാത്രമേ അവിടെ പ്രവേശിക്കുകയുള്ളൂ. വിശുദ്ധന്മാർക്ക് മാത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? ഒരു ദർശനം സുന്ദർസിംഗിന് കിട്ടി. സുന്ദർസിംഗ് ഭക്തനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് ദർശനം കിട്ടി. അദ്ദേഹത്തെ മാലാഖ കൂട്ടിക്കൊണ്ടുപോയി സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ അരികത്ത് നിർത്തി. മാലാഖ പറഞ്ഞു, ഇവിടെ നിൽക്ക്, എന്തെല്ലാം കാണാൻ കിട്ടുന്നതെല്ലാം മനസ്സിലാക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ മരിച്ച് അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. മാലാഖ തടഞ്ഞു. കടന്നു വരുന്നയാളെ തടഞ്ഞു. അപ്പോൾ മാലാഖയോട് അദ്ദേഹം ചോദിച്ചു, വന്നയാൾ ചോദിച്ചു, മരിച്ചു വരുന്നയാളാ ആത്മാവ് ചോദിച്ചു, മാലാഖയ്ക്ക് എന്നെ അറിയില്ലേ? ഞാൻ ഇന്നടുത്ത് സുവിശേഷം എഴുതിയയാളാണ്, ഞാൻ സുവിശേഷകനാണ്, ഞാൻ അനേകരെ വചനം പഠിപ്പിച്ചിട്ടുണ്ട്. മാലാഖയ്ക്ക് അറിയില്ലേ? എന്നെ അറിയില്ലേ? എന്നെ എന്തുകൊണ്ട് അകത്തേക്ക് വിടാത്തത്? പറയാം, നിങ്ങൾ അല്പനേരം വെയിറ്റ് ചെയ്യൂ. നിർത്തി. ദർശനമാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴൊരു ചെറുപ്പക്കാരൻ മരിച്ചു വരുന്നു, യുവാവ്. ആ യുവാവ് മരിച്ച് വരുമ്പോൾ മാലാഖ വളരെ സന്തോഷത്തോടെ എതിരേറ്റു. അകത്ത് കൊണ്ടുപോയി വലിയൊരു മണിമന്ദിരത്തിൽ, സുന്ദരമായ ഒരു മണിമേടയിൽ അവന് വാസം കൊടുത്തു. അപ്പോൾ ആദ്യം വന്നയാൾ സുവിശേഷകൻ, അദ്ദേഹം മാലാഖയോട് പറഞ്ഞു, ഇത് അനീതിയല്ലേ, ഇത് മുഖപക്ഷമല്ലേ, ഇപ്പോൾ സ്വർഗത്തിലുണ്ടോ ഈ മുഖപക്ഷം? ഇതെന്തൊരു കഷ്ടമായത്. മാലാഖ പറഞ്ഞു, അല്ല, മുഖപക്ഷമല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചപ്പോഴുള്ള നിങ്ങളുടെ ജീവിതം അതെങ്ങനെയായിരുന്നെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കടന്നു വരുന്നവർ എങ്ങനെയുള്ളവരാകണമെന്ന് രാജാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രാജകുമാരൻ്റെ ഛായയുള്ളവർ മാത്രമേ അകത്തേക്ക് വരാവൂ. രാജകുമാരൻ്റെ ഛായ വേണം. നിങ്ങൾ പ്രസംഗിച്ചു, സുവിശേഷം പറഞ്ഞു, ശരിയാണ്. അതെ, ഞാൻ പ്രസംഗിച്ചു, ഞാൻ പറഞ്ഞ പ്രസംഗം കൊണ്ടാണ് ഈ ചെറുപ്പക്കാർ മാനസാന്തരപ്പെട്ടത്. അപ്പോൾ അവനെ അകത്തേക്ക് സ്വീകരിച്ചു, എന്നെ സ്വീകരിച്ചില്ലല്ലോ. പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് നിങ്ങളുടെ ജീവിതം എന്തായിരുന്നെന്ന്, ഹൃദയം എന്തായിരുന്നെന്ന് എല്ലാം കാണും ദൈവത്തിനറിയാം. നിങ്ങൾക്ക് രാജകുമാരൻ്റെ ഛായയില്ല. ഇപ്പോൾ വന്ന ചെറുപ്പക്കാരൻ രാജകുമാരൻ്റെ ഛായയുണ്ട്. രാജകുമാരൻ ക്രിസ്തുവിൻ്റെ ഛായയുണ്ട്. ഇപ്പോൾ വന്നവന് ക്രിസ്തുവിൻ്റെ ഛായയുണ്ട്. അതുകൊണ്ട് അവനെ സ്വീകരിച്ചെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഈ മനുഷ്യൻ തന്നെത്താൻ കാണുന്നത്, തന്നെത്താൻ കാണുകയാണ്. എത്രയോ വികൃതമായ രൂപം, വികലമായ രൂപം, വളരെ അഗ്ലി ആയിട്ടുള്ള രൂപം, വളരെ മ്ലേച്ഛമായൊരു രൂപം. അപ്പോഴാണ് അകം കാണുന്നത്. അയ്യോ, ഇതാണല്ലോ എൻ്റെ ആളത്വം, ഇത് വെച്ചുകൊണ്ടാണല്ലോ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ഇത് വെച്ചുകൊണ്ടാണല്ലോ ഞാൻ ദൈവത്തിന് വേല ചെയ്തത്. അയ്യോ, എൻ്റെ ആളത്വം. ആ സമയത്ത് അവിടെ നിൽക്കാൻ വയ്യാതെ അവനങ്ങ് ഓടുകയാണ്. ആ സുവിശേഷൻ്റെ ആത്മാവ് ഓടുകയാണ്. കല്ല് എറിഞ്ഞു കളയുന്നത് പോലെ അത്ര വേഗത്തിലോടി നരകവാതിലേക്ക് ചെല്ലുന്നു, നരകത്തിലേക്ക് പോകുന്നു. ദൈവമാരെ ഈ നരകത്തേക്ക് വിടുകയല്ല,
ഈ വെളിച്ചത്തിൽ ജീവിക്കാൻ സാധ്യമല്ല. നിത്യ വെളിച്ചമാകുന്ന കർത്താവായ ക്രിസ്തുവിൻ്റെ അരികിലെത്താൻ സാധ്യമല്ല. ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ ഛായ പ്രാപിക്കണം, ഇവിടെ വെച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ കാരുണ്യം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പരമദയാലുത്വം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ വാത്സല്യം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ വിശുദ്ധി ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ വിശ്വാസം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ പ്രത്യാശ ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ സ്നേഹം ഉണ്ടാകണം, ക്രിസ്തുവിൻ്റെ ക്ഷമാശീലം ഉണ്ടാകണം. ഇവിടെ വെച്ച് അത് ഇവിടെ വെച്ച് വേണം. നമ്മുടെ പള്ളിയിൽ കുർബാനയെ സംബന്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകടനമല്ല. അവിടെ വെച്ച് വളരെ ഭയഭക്തിയോടെ നമുക്ക് കുർബാന പുസ്തകം എടുത്ത് വിടർത്തി പ്രതിവാക്യങ്ങൾ ഇട്ട് പറയാം, ഗീതങ്ങൾ പാടാം, ഒക്കെ ചെയ്യാം. ഇവിടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല, ആരും തടയാനുമില്ല. ഇവിടെ കൺവെൻഷൻ പ്രസംഗിക്കാം, വനിതാ സമാജങ്ങൾ നടത്താം. ദൈവത്തിലേ ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾക്ക് ഇവിടെ എല്ലാം ചെയ്യാം, ആരും തടയാനില്ല. അക്കരെ ചെല്ലുമ്പോൾ തനിനിറം വെളിച്ചത്ത് വരും. അക്കരെ ചെല്ലുമ്പോൾ ഒരു ദിവസം അക്കരെ പോകുമല്ലോ, സംശയിക്കേണ്ട. ഒരു ദിവസം അക്കരെ പോകും, ഒരു ദിവസം ഞാനും പോകും, നിങ്ങളും പോകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനീ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായി പറയുന്നത്, അല്ലാതെ വെറുതെ ചുമ്മാ ഒരു തത്വം പറയുകയല്ല. ഞാൻ പഠിപ്പിച്ചു മരണത്തെക്കുറിച്ച്. മരണം ഒരു മനോഹരമായ കവിത സിസ്റ്റർ മേരി വരി ഞാൻ എഴുതിയിരിക്കുകയാണ്. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ട ഞാൻ ഇനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ജനിച്ച നാൾ തുടങ്ങി എന്നെ ഓമനിച്ച് തുഷ്ടിയോടെനിക്ക് വേണ്ടതൊക്കെ നൽകി ആദരിച്ച ലോകമേ നിനക്ക് വന്ദനം. പിരിഞ്ഞു പോയിടട്ട ഞാനിനി ശനിക്കുഴപ്പമേശിടാത്ത ഭാവിയെ വരിക്കുവാൻ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണത്. ആകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ. മഹാന്മാർ കടന്നുപോയി. അവരെല്ലാം ജീവിച്ച കാലത്ത് പ്രസിദ്ധിയുള്ളവരായിരുന്നു. അവരും കടന്നുപോയി നിത്യത്തിലേക്ക്. എല്ലാവരും ചെല്ലുന്ന നിത്യത്തിലേക്ക് അവരും കടന്നുപോയി. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ. എങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ നാം മരിക്കും. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു തൻ മഹത്തരം പ്രയോജനം. പരത്തിലും വരുത്തിലും പരത്തിലും പുണ്യം വേണം. ഇവിടെ പുണ്യമുള്ളവർക്കേ വരത്തിൽ പുണ്യം കിട്ടുകയുള്ളൂ. ഇവിടെ ക്രിസ്തുള്ളവർക്കേ അവിടെ പ്രവേശനമുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകും, നാം ഒക്കെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ നമ്മെ കാത്തു നിൽക്കുന്ന ആരായിരിക്കും? മരണത്തിൻ്റെ യോർദാൻ നദി കടന്ന് ചെല്ലുമ്പോൾ, യോർദാൻ കടന്ന് ചെല്ലുമ്പോൾ നമ്മെ അക്കദേശത്ത് കാത്തു നിൽക്കുന്ന ആരായിരിക്കും? ഭീകരരൂപികളായ പിശാചുക്കളായിരിക്കുമോ? ഭീകരരൂപികളായ അന്ധകാര ശക്തിയാകുന്ന വൈശാചിക സൈന്യമായിരിക്കുമോ? അതോ സ്നേഹവും വിശ്വാസവും വിശുദ്ധിയും കൈമുതലായിരിക്കുന്ന പാവിയെ സ്നേഹിക്കുന്ന ക്രിസ്തുവായിരിക്കുമോ? ഇവിടെ വെച്ച് തീരുമാനിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തീരുമാനിക്കണം. ഇവിടെ വെച്ച് തീരുമാനിക്കണം. നാളെ തീരുമാനിക്കാൻ അവസരം ഉണ്ടായി വരില്ല. ഒരു മാന്യദേഹം എന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിള്ളേരാരും ഇല്ല, അവർ എല്ലാം വെളിയിലാണ്, നല്ല ജോലിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യമൊക്കെ ഉണ്ട്, ജീവിക്കാൻ മാർഗമുണ്ട്. ഇഷ്ടംപോലെ നല്ല സുന്ദരമായൊരു വീടുണ്ട്. അതിൻ്റെ മുകളിൽ നില ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ഉള്ളെങ്കിൽ ഞങ്ങൾ സുഖമായൊരു ജീവിതമാണ്. അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീയുണ്ട് താനും. സാറേ, ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാര്യ ചാഞ്ഞു പോകുന്ന പോലെ. എന്താണെന്ന് മനസ്സിലായില്ല. അവൾ ചാഞ്ഞു, എൻ്റെ നെഞ്ചോട് ചാഞ്ഞു. നോക്കുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എങ്ങനെ പറയുകയാണ്, എൻ്റെ സാറേ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ,
മക്കൾ നാട്ടിലില്ല. നമസ്കാരത്തിനൊക്കെ അവർ വന്നിരുന്നു. പക്ഷേ അവർക്കും നിൽക്കാനൊക്കെ ഇല്ല, അവർക്കും ജോലിയുണ്ടല്ലോ. ഞാൻ ഒറ്റപ്പെട്ടു. എന്ത് സന്തോഷമുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതം, എന്ത് സമാധാനമുള്ള ജീവിതമായിരുന്നു. സാറേ തീർന്നു, സമാധാനമെല്ലാം തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും, എൻ്റെ ദൈവമേ, നാം ഓരോരുത്തരും ഇന്നെത്ര വിക്രമികളാണെങ്കിലും, ഇന്നെത്ര ശൂരന്മാരാണെങ്കിലും, ഇന്നെത്ര ധൈര്യവതികളാണെങ്കിലും, ഒരു ദിവസം നമ്മുടെ കൈകാലുകൾ ചലിക്കാതാകും, നമ്മുടെ കണ്ണ് അടഞ്ഞു പോകും, നമ്മുടെ നാവ് ശബ്ദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം സ്തംഭിച്ചു പോകും, അനക്കമില്ല. ഹൃദയത്തിൻ്റെ താളം തെറ്റും, ഹൃദയം മിടിപ്പ് നിന്നു പോകും. ഒരു ദിവസം സംഭവിക്കും, മറക്കരുത്. അതുകൊണ്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സമയം വിലയേറിയ സമയമാണ്. ഈ സമയം വിലപ്പെട്ട സമയമാണ്. കാറ്റ് വിതയ്ക്കല്ലേ, അബദ്ധം കാണിക്കല്ലേ, വഞ്ചിക്കപ്പെട്ടു പോകല്ലേ, കാറ്റ് വിതയ്ക്കല്ലേ. കൊടുങ്കാറ്റ് കൊയ്യുമെന്ന് ഓർത്തുകൊള്ളൂ. കൊടുങ്കാറ്റ് വരുന്നു. ഭൂമിയിലെ കൊടുങ്കാറ്റല്ല ഈ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന പാപം അതിൻ്റെ എത്രയോ ഇരട്ടിയായി ഫലം നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. പാപത്തിൻ്റെ ഫലം ഇരട്ടിയായി പാപത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ആസ് യു സോ യു റീപ്പ്. നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തിന് സ്തോത്രം. വിതച്ചാൽ അത് തന്നെ കൊയ്യും, വിതച്ചാൽ അതിലേറെ കൊയ്യും, വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. ബി ഷുവർ യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നീ എവിടെ ഒളിച്ചിരുന്നാലും പാപം നിന്നെ കണ്ടെത്തും. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുന്നു, പാവം പിറകെ പോരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ ഇതെല്ലാം? പാവം പിറകെ വരുന്നു. എന്നിട്ടോ ഒരു ന്യായവിധിയുണ്ട്, ഒരു ന്യായവിധി. ദൈവത്തിന് സ്തോത്രം. നീതി ന്യായാധിപതിയായ ദൈവം സിംഹാസനത്തിരിക്കും. വെളിപ്പാട് 20:13 വായിക്കാം. 20:11 മുതൽ. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ആ ന്യായാധിപതിയുടെ സിംഹാസനത്തിന് മുമ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം, ബാലൻ മുതൽ വൃദ്ധൻ വരെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ഏതാ പുസ്തകങ്ങൾ? ഓരോരുത്തരുടെ പേരിലുള്ളതായ പുസ്തകങ്ങളുണ്ട്. ഓരോരുത്തരുടെ പേരിലും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനെനിക്ക് ചിന്തിച്ചു, ഈ ദൂരം പുസ്തകം ഉണ്ടായാലോ ഈ കണ്ട ആളുകളുടെ എല്ലാം. എൻ്റെ ഹ്യൂമൻ മൈൻഡ്, എൻ്റെ മനുഷ്യ മനസ്സിൽ തോന്നുന്നത് എന്തൊരു പുസ്തകം. അപ്പോഴാണ് എനിക്ക് മുഴുവൻ മനസ്സിലായില്ല. പക്ഷേ ഒരു ചെറിയ മൊബൈൽ ഫോണിനകത്ത് എൻസൈക്ലോപീഡിയ, എത്രയോ വിജ്ഞാനത്തിൻ്റെ 20 വോള്യൂംസ് എല്ലാം ഈ ചെറിയൊരു മൊബൈൽ ഫോണിൽ ഒതുക്കിയിരിക്കുന്നു. അതിൽ നെറ്റിൽ. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറിയ മൊബൈൽ ഫോണിൽ നിത്യനായ ദൈവത്തിന് എന്താ അസാധ്യമായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, എല്ലാ പാവം എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ തുറന്നു. ഓരോരുത്തരുടെ പേരിലുള്ള പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. സമുദ്രത്തിൽ വെച്ച് മരിച്ചവരെ സമുദ്രം ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ശാരീരികമായ ഒരു മരണം കഴിഞ്ഞു. ഇപ്പോഴിതാ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം വരികയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ വചനം അറിയാവുന്നതുകൊണ്ടാണ് പൂർവികരായ വിശുദ്ധാക്കന്മാർ പാടി, ന്യായാധിപതേ അംഗീകരിച്ചും മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിന്തിരുമയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹൂപ്പി പിഴപോകി നിന്മയിൽ ദിനങ്ങൾ യേശുവേ, മമ എനിക്ക് മുക്തി നൽകണമേ, മോക്ഷം തരണമേ, പാപമോചനം തരണമേ. നീ ന്യായാധിപതികളുടെ ന്യായാധിപതിയാണ്. ഞാൻ നിന്നെ അരിശപ്പെടുത്തിയ കാര്യങ്ങളിൽ പലതും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എൻ്റെ മേൽ കണക്കിടല്ലേ.
കർത്താവേ, നിൻ്റെ തിരക്തത്താലും ശരീരത്താലും എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ എനിക്കൊരു കുരിശിൽ മരിച്ചതായി നിൻ്റെ ത്യാഗമരണത്താൽ എൻ്റെ പാവങ്ങളെല്ലാം മായ്ച്ചു കളയണമേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അർത്ഥവത്തായ ഗാനങ്ങൾ, ഗീതങ്ങൾ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ പൂർവ്വ പിതാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായാധിപതേ അങ്ങേക്കരിശം ചേർത്ത കടത്താൽ തല താഴ്ത്തരുതേ. മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലിരിക്കും നിൻ തിരുമയും രക്തവും ഓർത്തന്മേൽ കൃപ ചെയ്യുക. നിൻ സ്നേഹാൽ ശ്രീവാ ഞാൻ കൂപ്പി പിഴപോക്കി നിന്മയിരുധിരങ്ങൾ ഹിതമോട് കരുണാമയീശോ മമ നൽകുക മുക്തി. എനിക്ക് പാവമോചനം തരണമേ. പ്രാർത്ഥിക്കുകയാണ്. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. നീതിയിൽ വിധി ചെയ്യൂ ന്യായാധിപതേ നീ ഏറ്റരുതേ വിധിയിൽ കടമോർത്തിടരുതേ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥാ. രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ബലഹീനത നീക്കി തുണ ചെയ്യുക നാഥാ. രാപകലടിയങ്ങൾ ആശ്രയമങ്ങല്ലോ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം ചിന്തയില്ലാതെ പോകരുത്, നമുക്ക് ചതിപറ്റി പോകരുത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്, അപകടം പറ്റി പോകരുത്. കഴുകിക്കളയുന്ന സമയത്ത് കഴുകിക്കളഞ്ഞുകൊള്ളണം. ഇന്ന് ആയുസ്സുണ്ട്, ഇന്ന് ഓർമ്മയുണ്ട്, ഇന്ന് സുബോധമുണ്ട്. തിരിഞ്ഞു നിന്ന് ഓർക്കാം, ഓർത്തോർത്ത് അനുദപിക്കാം. ഇന്ന് സാധ്യതയുണ്ട്. ഇന്ന് കർത്തൃസഹപാദത്തിൽ ഇരുന്നുകൊണ്ട് കരയാം, കുരിശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാം. തെറ്റുപറ്റിപ്പോയി കർത്താവേ, തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമേ. പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും, അനുദപിച്ചാൽ കർത്താവ് പൊറുക്കും. നിങ്ങൾ ഏങ്ങലടിച്ചുകൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ കുറ്റത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ കർത്താവ് നിങ്ങൾ സ്വീകരിക്കും. ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ പേരിലുള്ളതായ കടച്ചീട്ടെല്ലാം കീറിക്കളയും. നിങ്ങളുടെ പേരിലെഴുതിയിരിക്കുന്നതായ എല്ലാം കർത്താവ് മായ്ച്ചു കളയും. എല്ലാ പാവങ്ങളും മായ്ച്ചു കളയും. ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ നിമിഷം മതി നിങ്ങൾ ഒന്ന് വിശ്വാസിയാകുക. കർത്താവേ, ഞാനൊരു ദിവസം മരണത്തെ നേരിടും. ഇതുവരെയും ചതിവറ്റി കിടക്കുകയായിരുന്നു, പാവമൊന്നും ഞാൻ ഗവനിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങളൊന്നും ഞാൻ ഇത്ര ഗൗരവമായിട്ട് കണ്ടില്ല. കർത്താവേ, പാവമുണ്ട്. ദൈവമേ, ഞാനിന്ന് മഹാഭാവിയാണ്. കുരിശിൽ ആ കള്ളിനോട് കാണിച്ചതുപോലെ നീ എന്നോട് കരുണ ചെയ്യണമേ. ഇന്ന് എന്നോട് കൂടി പ്രതിസാലിരിക്കുമെന്ന് നീ പറഞ്ഞല്ലോ. കർത്താവേ, എനിക്ക് നിൻ്റെ പ്രതിസാലെത്താനുള്ളതായ യോഗ്യതയില്ല, ഞാൻ പാവിയാണ്. എന്നാൽ നിൻ്റെ തിരുവിലാവ് തുറന്നൊഴിയ രക്തത്താൽ എനിക്ക് പാവത്തിനോട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മടിക്കണ്ട, സംശയിക്കണ്ട. യേശു സ്വീകരിക്കും, യേശു സ്വീകരിക്കും. യേശു നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങളുടെ പാവങ്ങൾ പുറത്തു തരും. എന്തെല്ലാം വന്നുപോയി, എന്തെല്ലാം വന്നുപോയി, ഓർക്കുമ്പോൾ പേടിയാവുന്നു. എന്തെല്ലാം തെറ്റുകൾ വന്നുപോയി, എല്ലാം ക്ഷമിച്ചു തരും. എല്ലാം ക്ഷമിച്ചൊരു പുതിയ ജീവിതം നമുക്ക് തരും. ആരോടും കൈപ്പായിരിക്കരുത്, ആരോടും വിരോധമായിട്ടിരിക്കരുത്, ആരെയും ദ്വേഷിക്കരുത്. നിങ്ങളെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രയാസം വരുത്തക്കണം പ്രവർത്തിച്ചവരോട് പോലെ നിങ്ങൾ ക്ഷമിക്കുക. എല്ലാവരോടും പൊറുക്കുക. സ്നേഹം മാത്രം നിങ്ങളിൽ നിന്ന് ഒഴുകട്ടെ. സ്നേഹം, നിർമ്മലമായ സ്നേഹം, വിശുദ്ധ സ്നേഹം. നിങ്ങൾ എന്നീ പരിശുദ്ധമായ സ്നേഹം അനേകരിലേക്ക് ഒഴുകി ചെല്ലട്ടെ. അനേക കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ കുടുംബങ്ങളായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? നിങ്ങളുടെ മുമ്പിൽ ഒന്ന് മുട്ടുന്ന യേശുവിനെ വേണോ? നിങ്ങൾക്ക് വേണമോ ഈ യേശുവിനെ? നിങ്ങളുടെ നാഥനായ യേശുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? സൗഭാഗ്യമുള്ള ജീവിതം തുടങ്ങാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? തുടങ്ങാം. ഇന്ന്, ഇപ്പോൾ ഇവിടെ തുടങ്ങാം. ഇവിടെ വെച്ച് തുടങ്ങാം. നിങ്ങൾ ഒരു സെക്കൻഡ് നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പോയി പാവങ്ങളെല്ലാം ക്ഷമിക്കണം. ഇനിമേൽ ഒരു പുതിയ മനുഷ്യനെ ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, വന്നുപോയി പാവങ്ങളെല്ലാം പൊറുക്കണം. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ പറയുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആ പ്രാർത്ഥന വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഏറ്റു പറയാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി തീരുവാനുണ്ടെങ്കിൽ മാത്രം ഏറ്റു പറഞ്ഞാൽ മതി. വാസ്തവമായി തീരുവാനുണ്ടെങ്കിൽ മാത്രം.
ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കുന്നുള്ള തീരുമാനമുണ്ടെങ്കിൽ മാത്രം എല്ലാം കർത്താവ് ക്ഷമിച്ചു തരും. ഇനി ഒരു പുതിയ മനുഷ്യനായിരിക്കും. വന്നതെല്ലാം വന്നുപോയല്ലോ കർത്താവെ, തിരുത്താനാവില്ലല്ലോ. അബോർഷൻ നടന്നു, തിരുത്താനാവില്ല. ഗർഭഛിദ്രം തിരുത്താനാവില്ല. ആരെങ്കിലും കൊന്നു, തിരുത്താനാവില്ല. ആർക്കെങ്കിലും ഒരു പ്രൊമോഷൻ തടഞ്ഞു, അതും തിരുത്താനാവില്ല. തിരുത്താനാവാത്ത തെറ്റുകൾ വലുത് വന്നുപോയി. പക്ഷേ ഞാൻ എന്ത് ചെയ്യും കർത്താവെ? അത് നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. നിങ്ങൾ പറയൂ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചുകൊണ്ട് കർത്താവെ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും, യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, എന്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ നിനക്കായി ജീവിക്കും. എന്റെ യേശുവേ, ഞാനിപ്പോൾ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. എന്റെ കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ എന്നെയും സ്വീകരിക്കണമേ. എന്റെ കർത്താവേ, എന്റെ മേലുള്ള സകല ശാപങ്ങളും സകല പാപങ്ങളും സകല ബാധകളും ഇപ്പോൾ തിരുരക്തത്താൽ മാറ്റി ജയമുള്ള ശ്രീബായിൽ എന്നെ മറച്ച് എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, എന്നെ നിന്റെ മകളാക്കി തീർക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. വാസ്തവമായി തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ ഉയർത്തിയിരിക്കുന്ന കൈകളെ അവിടെ നിന്ന് കാണുന്നുവല്ലോ കർത്താവേ. അതിൻ്റെ തൃക്കരം, ആണിപ്പോഴുള്ള കരം ഈ മക്കളുടെ കരത്തിൽ പിടിക്കണമേ കർത്താവേ. അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ വചനത്താൽ ആകർഷിച്ച് കുരിശുചൂട്ടിലേക്ക് ആനയിക്കണമേ. എല്ലാവരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.